ഞാൻ കുറച്ച് ദിവസമായിട്ട് എം.ആർ. അജിത് കുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ പശ്ചാത്തലവും ക്രിമിനൽ ആക്ടിവിറ്റിയും ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ അദ്ദേഹം ഒരുപാട് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇപ്പം നിങ്ങൾ തന്നെ നേരിട്ട് പോയി ഞാൻ പറഞ്ഞ കാര്യത്തിൽ കണ്ടെത്തിയത് കവടയാറിലെ കൊട്ടാര സമാനമായ വീടാണ്. അതിനോടനുബന്ധിച്ച് ഞാനന്ന് പറഞ്ഞു 10 സെൻറ്റ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേരിലും ഈ പ്രോപ്പർട്ടിയോട് അഡ്ജസ്റ്റൻ്റ് തന്നെ ഒരേ ഭൂമി ഡോക്യുമെൻ്റ് രണ്ടാളെ പേരിലാണ്. ആ സോഴ്സ് കൂടി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട DGPക്ക് ഞാൻ കത്ത് ഇന്ന് നൽകുന്നുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ്. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഇവിടെ സ്വത്ത് സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിൻ്റെ നേർരേഖയാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ നമുക്കറിയാം 2016 മെയ്യിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിൻ്റെ ആ കാലത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും സജീവമായ രാഷ്ട്രീയ ചർച്ചാ വിഷയം നമുക്കറിയാം സോളാർ കേസായിരുന്നു. സോളാർ കേസ് അട്ടിമറിക്കാൻ എം.ആർ. അജിത് കുമാർ തുടക്കം മുതലേ പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുമായി എനിക്ക് ബന്ധപ്പെട്ട് വന്ന ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് പേര് വെളിപ്പെടുത്താതെ എനിക്ക് വന്ന ഒരു കോൾ വോയിസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നതാണ്. അതിനുശേഷം പരാതിക്കാരിയായ സോളാർ കേസിലെ പരാതിക്കാരിയായ ശ്രീമതി സരിത തന്നെ ഈ കാര്യങ്ങൾ അതിനുശേഷം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വലിയ പണം അദ്ദേഹം പ്രതികളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഈ അനീതിക്ക് കൂട്ടുനിന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ്. അതിലെ ഒരു നേർ തെളിവാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്, കേരളത്തിലെ സമൂഹത്തോട് പറയാൻ പോകുന്നത്. ഇത് എം.ആർ. അജിത് കുമാർ വാങ്ങിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ വാങ്ങിയിട്ടുള്ള ഒരു ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ്. രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കൊക്കെ എടുക്കാം. അതിൻ്റെ ലിങ്ക് ഇപ്പം നൽകാൻ പോകുന്നതാണ്. ഇതിൽ 33,80,100 രൂപക്ക് ഇദ്ദേഹം പട്ടം SROയിൽ കവടിയാർ വില്ലേജിൽ, ഒക്കെ കവടിയാറാണ് കേട്ടോ, കവടിയാർ വില്ലേജിൽ അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പേര് എം.ആർ. അജിത് കുമാർ, ഏജ് 47, പ്ലേസ് മണക്കാട്, ഹൗസ് നമ്പർ TC 41/1489 1489, പ്രൊഫഷൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, IGF പോലീസ്. ഇദ്ദേഹം ഇത് വാങ്ങുന്നത് 2016 ഫെബ്രുവരി 19 ആണ് ഈ വാങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ 2016 മെയ്യിലാണ് നമ്മൾ ഇലക്ഷൻ നടക്കുന്നത്. അതിൻ്റെ തൊട്ട് 2.5 മാസം മുമ്പാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത്. പ്രോപ്പർട്ടി വാങ്ങിക്കോട്ടെ, അതിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് എങ്ങനെ വാങ്ങി എങ്ങനെ വിറ്റു എന്നതാണ് ഇതിലെ നിങ്ങളെയല്ല ആരെയും അതിശയിപ്പിക്കുന്നത്. കാരണം ഇതിൻ്റെ വില അദ്ദേഹം വാങ്ങിയത് കാണിച്ച വില, ഒഫീഷ്യലായി കാണിച്ചിട്ടുള്ള വില ഈ പറഞ്ഞ 33,80,100 വാങ്ങുന്നത് ഈ പറയുന്ന 2016 ഫെബ്രുവരി 19. ഇതേ വർഷം ഈ ഫെബ്രുവരി മാസം 10 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രോപ്പർട്ടി വിൽക്കുകയാണ്. 29/2/2016 ഫെബ്രുവരി 19 വാങ്ങുന്നു, ഫെബ്രുവരി 29 വിൽക്കുന്നു. എത്രക്കെന്നറിയാം നിങ്ങൾ? 33,80,100 വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് 65 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടി വിലക്ക്. ഈ മാജിക്ക് എന്താണ് എന്ന് ഈ വിജിലൻസ് അന്വേഷിക്കട്ടെ. പത്രക്കാരായ നിങ്ങളും അന്വേഷിക്കുക.
ഈ ഫ്ലാറ്റിൽ ഇപ്പൊ ആരാ താമസിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുക. ഇതിന്റെ വാടക ആരാ വാങ്ങുന്നത് നിങ്ങൾ അന്വേഷിക്കുക. റെക്കോർഡ് പ്രകാരം 32 ലക്ഷം രൂപക്ക് വാങ്ങിയ 33 ലക്ഷം രൂപക്ക് വാങ്ങി 33,80,000 വാങ്ങിയ ഒരു ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞിട്ട് 65 ലക്ഷം രൂപക്ക് വിൽക്കുക എന്ന് പറഞ്ഞത് സാധ്യമായൊരു കാര്യമാണോ? എവിടുന്ന് കിട്ടി ഈ പണം? ഞാൻ അന്നേ പറയുന്നുണ്ട് പണം വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ സോളാർ കേസ് അട്ടിമറിച്ചത്. കൃത്യമായ തെളിവുകൾ അന്വേഷിച്ചാൽ പുറത്തു വരാൻ പോവുകയാണ്. ഈ പണം അദ്ദേഹത്തിന് കൈക്കൂലിയായി സോളാർ കേസ് അട്ടിമറിക്കാൻ കിട്ടിയ പണമാണ് ഇതിന്റെ ബേസിക് സോഴ്സ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഫ്ലാറ്റ് അന്ന് കോണ്ടൂർ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ തന്നെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റിൽ ഒപ്പിട്ടിരിക്കുന്നത്. കൺസ്ട്രക്ട് ചെയ്ത കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങുകയാണ് ആസ് പെർ റെക്കോർഡ്. അന്ന് ഈ ഫ്ലാറ്റിന്റെ വില 55 തൊട്ട് 65 ലക്ഷം രൂപയാണ് അവിടെ. അപ്പൊ ഈ 55 ലക്ഷം 60 ലക്ഷം രൂപ വരെയുള്ള ഫ്ലാറ്റ് 32 ലക്ഷം രൂപ 33 ലക്ഷം രൂപക്ക് കിട്ടുകയാണ്. ഓക്കെ, സമ്മതിച്ചു. അത് 65 ലക്ഷം രൂപക്ക് വിൽക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ കൺസ്ട്രക്ട് ചെയ്ത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് എന്താ ഭ്രാന്താണ്? 10 ദിവസം കഴിഞ്ഞിട്ട് 65 ലക്ഷം രൂപക്ക് വിൽക്കാവുന്ന ഒരു സാധനം എന്തിനാണ് 32 ലക്ഷത്തിന് വിറ്റത്, 33,80,000 വിറ്റത്? അപ്പൊ ഇത് രണ്ടാമത്തെ ഗെയിം. എന്താ ഗെയിം? ഈ 33,80,000 രൂപ 10 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, 65 ലക്ഷം രൂപയായി മാറുകയാണ്. അപ്പൊ എന്തായി? 65 ലക്ഷത്തിൽ നിന്ന് ഈ 33 ലക്ഷം കഴിച്ചാൽ 32 ലക്ഷം രൂപ അദ്ദേഹത്തിന് വൈറ്റായി. കള്ളപ്പണം വേറെ രീതിയിൽ വെളുപ്പിക്കുക, കൈക്കൂലി വാങ്ങി ഈ രീതിയിൽ ഫ്ലാറ്റുകൾ വാങ്ങുക. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഈ സമൂഹത്തിനെ മുഴുവൻ പറ്റിച്ചിട്ട് അത് ഇരട്ടി വിലക്ക് വിൽക്കുന്നതായി റെക്കോർഡ് ഉണ്ടാക്കുക ഒഫീഷ്യലി അങ്ങനെ ചെയ്യുക. എന്നിട്ട് 10-32 ലക്ഷം രൂപ. ഇങ്ങനെ എത്ര ഡീല് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇനി വേറെ കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കും. നമ്മൾ സാധാരണ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ വാങ്ങുകയും വെക്കുകയും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമുക്കൊക്കെ അറിയാലോ, ഒരാധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടേണ്ടത് മിനിമം 15 ദിവസം. നമ്മൾ തത്കാലിക എമർജൻസി ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ സിസ്റ്റം ഉണ്ട്, 3-4 ദിവസം കൊണ്ട് കിട്ടും. ഇനി 3-4 ദിവസം കൊണ്ട് കിട്ടിയാൽ തന്നെ ഈ പ്രോപ്പർട്ടി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വില്ലേജ് ഓഫീസിൽ പോകണം. ഇത് തരം എന്താ പറയാ, ഓണർഷിപ്പ് മാറ്റണം. അത് കഴിഞ്ഞ് നികുതി അടക്കണം. അത് കഴിഞ്ഞ് പൊസഷൻ എടുക്കണം. പിന്നെ അത് തണ്ടപ്പേരിലേക്ക് മാറ്റി തണ്ടപ്പേര് രജിസ്റ്റർ ആക്കണം. ഈ എല്ലാ പ്രവൃത്തിയും കൂടി നല്ല അത്യാവശ്യം സ്വാധീനമുള്ള ഒരാള് മെനക്കെട്ടാൽ തന്നെ 15 ദിവസമാണ് നോർമൽ കോസ്റ്റ്. ഈ 10 ദിവസത്തിന്റെ ഇടയിൽ 2 ശനി ഞായറും വന്നിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഇനി ഇതിൽ വേറൊരു കാര്യം, ഭീകരമായ തട്ടിപ്പ്, ടാക്സ് തട്ടിപ്പ് ഇത് നടന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിയാൽ 2020 വരെ ആ നിയമം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസിന്റെ നമ്മളെ വിട്ടുപിരിഞ്ഞ മാണി സാറ് ഫൈനാൻസ് മിനിസ്റ്റർ ആകുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു നിയമം ഉണ്ടായിരുന്നു 2013-2014. ആ നിയമം എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങി 90 ദിവസത്തിന്റെ അകം അത് തിരിച്ച് മറ്റൊരാൾക്ക് വിറ്റ് രജിസ്റ്റർ ചെയ്താൽ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ഇരട്ടി അടക്കണം. 2020 വരെ നിയമം ഉണ്ടായിരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഡ്യൂട്ടി മാത്രമല്ല, ഫീസും ഇരട്ടി അടക്കണം. ഇവിടെ ഫീസ് 2,03,500 അത് ഏകദേശം 6% അടുത്ത് വരുന്നുണ്ട്. അതിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുള്ളൂ, അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ആ 10 ദിവസം കഴിഞ്ഞിട്ട് അത് വെക്കുമ്പോൾ
65 ലക്ഷത്തിന് ഇത് വിൽക്കുമ്പോൾ 4,07,000 രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിട്ടുള്ളത്. അതും ഏകദേശം കുഴപ്പമില്ല. പക്ഷേ ഈ 4,07,000 പകരം 2016 ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ നാട്ടിൽ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് നിയമം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടി അടക്കണം. എന്ന് പറഞ്ഞാൽ 8,14,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കണം, പ്ലസ് അതിൻ്റെ ഫീസും ഇരട്ടി അടക്കണം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പവർ, അധികാര ദുർവിനിയോഗം, കുറ്റകരമായ ജയിൽ ശിക്ഷ അടക്കം കിട്ടാവുന്ന കാര്യം അദ്ദേഹം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തെ ഭയപ്പെട്ടിട്ടാണ് ആ നിയമത്തെ മറച്ചു വെച്ചിട്ട് രജിസ്ട്രേഷൻ അതോറിറ്റി ഇതിന് തയ്യാറായിട്ടുണ്ടാവുക. കാരണം നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, കൈക്കൂലിയോ സന്തോഷപ്പണോ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ രജിസ്ട്രേഷൻ അതോറിറ്റി. ഏത് രജിസ്ട്രേഷൻ ചെയ്താലും സന്തോഷത്തിലെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് പോരും. അത് മലയാളികളുടെ ഒരു ശീലം കൂടിയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ എപ്പോഴും ഭയപ്പാടിലാണ്. അഴിമതിയുടെ നിയമത്തിന്റെ മുന്നിൽ ഏത് സമയത്തും അവർ പിടിക്കപ്പെടാം. IG പോലെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നത് പറയുമ്പം ഇത് ചെയ്തു കൊടുക്കല്ലാതെ അവർക്ക് യാതൊരു നിവൃത്തിയില്ല. ഒരു പക്ഷേ ചിലതൊക്കെ അവരങ്ങനെ എന്താ പറയുക മാനിപ്പുലേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും. ഇത് കുറേ കാലം കഴിഞ്ഞിട്ട് ഓഡിറ്റ് നടക്കുന്ന സമയത്ത് കണ്ടെത്തിയിട്ട് ഇങ്ങനെ അപ്പോഴായിരിക്കും നോട്ടീസ് വരിക. അപ്പം ആ സമയത്തിന് ഇതിനെ മറികടന്ന് പോകാൻ പറ്റും. അങ്ങനെ ഈ ഡോക്യുമെന്റ് പ്രകാരം രജിസ്ട്രേഷന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മാത്രം 4,07,000 രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. അത് ഈ അധികാര ദുർവിനിയോഗത്തിൽ വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ 10 ദിവസം കൊണ്ട് ഈ ഡോക്യുമെന്റേഷൻ ഒക്കെ നടത്തിയിരിക്കണമെങ്കിൽ അവിടെ അധികാര ദുർവിനിയോഗമുണ്ട്. ഇത് വിജിലൻസ് അന്വേഷിക്കേണ്ടതാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ കവടിയാർ കൊട്ടാരം കഴിഞ്ഞ് ഇദ്ദേഹത്തിന് 3 വീടുണ്ട്. ഒന്ന് അദ്ദേഹത്തിന്റെ തറവാടാണ്. ആ തറവാട് അദ്ദേഹത്തിന്റെ പേരിലാണെങ്കിൽ അദ്ദേഹം ഈ കവടിയാറിൽ നിർമ്മിക്കുന്ന വീടിന്റെ സെക്കൻഡ് പെർമിഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങണം. അത് വാങ്ങിയിട്ടുണ്ടോ എന്ന് വിജിലൻസ് പരിശോധിക്കണം. ഇനി തറവാട് വീട് അദ്ദേഹത്തിന്റെ പേരിലല്ല എന്ന് നിൽക്കുക, മൂന്നാമത്തതാണ് ഈ ഫ്ലാറ്റ്, അല്ലെങ്കിൽ സ്വാഭാവികമായി രണ്ടാമത്തതാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു വീട് വെക്കാനേ അനുവാദമുള്ളൂ. അനുവാദമല്ല, രണ്ടാമതോ മൂന്നാമതോ വീട് വെക്കാം. പക്ഷെ അതിന്റെ സോഴ്സ് കാണിക്കണം, ഡിപ്പാർട്ട്മെന്റ് ഇന്റിമേറ്റ് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കണം. അത് ചെയ്തതായിട്ട് എൻ്റെ അന്വേഷണത്തിലില്ല. അത് വിജിലൻസ് പരിശോധിക്കണം. മറ്റൊരു പ്രധാന കാര്യം, 2015 തൊട്ടിട്ട് അദ്ദേഹം നൽകിയ അദ്ദേഹത്തിന്റെ ആനുവൽ പ്രോപ്പർട്ടി ഫൈനാൻസ് റിപ്പോർട്ട് ഉണ്ടാവും. എല്ലാ വർഷവും ഇതുപോലെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിൽ സമർപ്പിക്കേണ്ടതാണ്. ആ റെക്കോർഡുകളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ 10 ദിവസത്തെ മാറ്റമൊന്നും പിന്നെ പ്രോപ്പർട്ടി ഇല്ലല്ലോ. അത് വിജിലൻസ് അന്വേഷിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഭാര്യ സഹോദരന്മാരുടെയും പേരിലുള്ള സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പൊ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വളരെ അടിയന്തരമായിട്ട് ചേർക്കേണ്ട ഒരു സംഗതിയാണ് ഇത്. സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട DGPക്കും മുഖ്യമന്ത്രിക്കും വിതിൻ 1 hour or 2 hours നമ്മൾ പരാതി നൽകുന്നുണ്ട്. അപ്പൊ ഇതുകൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇന്നൊരു വിവരാവകാശം കൊടുക്കുന്നുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ 2015 തൊട്ടുള്ള അദ്ദേഹത്തിന്റെ യാത്രകളാണ്, വിദേശ യാത്രകൾ. അദ്ദേഹം നിരവധി തവണ ഒരു പെർമിഷനും ഇല്ലാതെ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പെർമിഷൻ എടുത്തു പോയതിൽ തന്നെ ചൂണ്ടിക്കാണിച്ച രാജ്യത്തേക്ക് മാത്രമല്ല അദ്ദേഹം പോയിട്ടുള്ളത്. പെർമിഷൻ എടുക്കുമ്പോൾ ഒരു രാജ്യത്തേക്ക് പോകുന്നു പേഴ്സണൽ ആവശ്യത്തിന് എന്ന് പറഞ്ഞ് പിന്നീട് അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൃത്യമായ വിവരാവകാശത്തിന് വേണ്ടിയിട്ട് ഇന്ന് വിവരാവകാശ പ്രകാരം ഈ കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ വിവരാവകാശത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആനുവൽ
ഫൈനാൻഷ്യൽ ആൻഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ഡീറ്റെയിൽസും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് ഇന്ന് നൽകാനുള്ള വസ്തുതകൾ. പിന്നെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാൻ നീണ്ടുകൊണ്ട. മുഖ്യമന്ത്രി എന്തിനാ പ്രതിരോധത്തിലാന്ന്? അദ്ദേഹം അന്വേഷണം പ്രഖ്യാപിച്ചു, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു IPS കാരനെ സസ്പെൻഡ് ചെയ്തു, അതിൽ കൂട്ടുനിന്ന് മറ്റൊരു IPS കാരനെ ട്രാൻസ്ഫർ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ബന്ധത്തിൽപ്പെട്ട ചില DYSPമാരെ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ ഇതാ SITയുടെ ഹെഡ് എന്ന നിലക്ക് DGP നൽകിയ ശുപാർശ ഗവൺമെൻറ് അംഗീകരിച്ച് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രി പ്രതിരോധത്തിലാവേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു വിഷയത്തിൽ ഒതുക്കുന്നില്ലല്ലോ. ഇല്ല, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അക്കോർഡിംഗ് ടു മൈ നോളജ് അദ്ദേഹം എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിച്ചിരുന്നെങ്കിൽ ഇപ്പം ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുന്ന പ്രശ്നമേ ഇല്ല. ഈ ഗവൺമെൻറ്റിനെയും ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും ഈ ഒരു അവസ്ഥയിൽ പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അത് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. തീർച്ചയായിട്ടും അതിൻ്റെ തർക്കം ഈ പ്രതിസന്ധിയിലുണ്ടല്ലേ. ഈ പ്രതിസന്ധി വന്നതല്ലേ ഈ കോലത്തിൽ ആവുന്നത്. ഇതൊരു പ്രതിസന്ധിയല്ല. ഈ ഒരു 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 എന്താ പറയുക സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു മാനക്കേടിലേക്ക് ഈ ഗവൺമെൻറ്റിനെ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇതിലും വലിയ പ്രതിസന്ധിയൊക്കെ ഗവൺമെൻറ് തരണം ചെയ്തു പോയിട്ടുണ്ട്. ഇതൊരു മാനക്കേട്, ഒരു ചീഞ്ഞ കേസായിപ്പോയി. ഇങ്ങനെ ഒരു ചീച്ചിൽ ഈ ഗവൺമെൻറ്റിനോ ഈ പറയുന്ന മുന്നണിക്കോ ഈ പാർട്ടിക്കോ വരാതിരിക്കാൻ്റെ കാവലാളായിട്ടാണ് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരുത്തിയിട്ടുള്ളത്. അത് അദ്ദേഹം നിർവഹിച്ചിട്ടില്ല. അതിൽ അദ്ദേഹം പരാജയമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് വേറെ എന്തെങ്കിലും അജണ്ട ഉണ്ട്. അദ്ദേഹം കഴിവില്ലാത്ത വ്യക്തിയൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കഴിവും ശേഷിയും അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വവും കാഴ്ചപ്പാടുകളും കണക്കിലാക്കിയിട്ടാണ് പാർട്ടി ഈ ഒരു പൊസിഷനിൽ ഇരുത്തിയത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ വീഴ്ചകൾ പറ്റുമോ? അവിടെയാണ് അദ്ദേഹത്തിന് വേറെ അജണ്ട ഉണ്ടോ എന്ന് ആലോചിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ലല്ലോ. എവിടെ പ്രതിസന്ധിയിലാക്കുന്നു? പാർട്ടിക്ക് എന്താ അതിലെ ഉത്തരവാദിത്വം? ഞാൻ പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും വേണ്ടിയിട്ട് ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാതെ അതിനെ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് പൂഴ്ത്തി വെച്ച് പൊതുസമൂഹത്തിൽ വരുന്ന MLA-മാരായാലും പാർട്ടിയുടെ എന്താ പറയുക ജില്ലാ സെക്രട്ടറിക്ക് താഴെയുള്ള നേതാക്കന്മാരായാലും പഞ്ചായത്ത് പ്രസിഡന്റുമാരായാലും എന്താ പറയുക കോർപ്പറേഷൻ്റെ ചെയർമാൻമാരായാലും മുനിസിപ്പൽ ചെയർമാൻമാരായാലും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഏരിയ സെക്രട്ടറിമാരായാലും ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് CM-നെ കാണേണ്ട ഒരു കാര്യമാണെങ്കിൽ ഒരാളെ അദ്ദേഹം കടത്തിവിടാറില്ല കഴിഞ്ഞ 3 വർഷമായിട്ട്. ഒരാളെയും. അത് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ തന്ന CM തിരക്കില്ലെന്ന് പറയും. അങ്ങനെ CM-ഉം പൊതുസമൂഹവും പാർട്ടിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിനൊരു മറയായിട്ടാണ് ഈ ശശി നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? താഴേക്കടയിൽ നിന്ന് വിവരം കിട്ടില്ലേ പാർട്ടിക്ക് CM-ന്? അതുണ്ടായിട്ടില്ല. ഞാൻ P ശശിയുടെ അടുത്ത് കഴിഞ്ഞ 8 മാസമായിട്ട് പോകാറില്ല. സാജൻ സ്കറിയാസ് കേസിന് ശേഷം. കാരണം ഇതുപോലെയുള്ള ഒരു സാമൂഹ്യ ദ്രോഹി, ഇതുപോലെയുള്ള ഒരു വർഗീയ വിഭജനത്തിന് വേണ്ടി രാപ്പകൽ തൻ്റെ നാവും ഇട്ട് അധ്വാനിക്കുന്ന, കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രവിരുദ്ധൻ രാജ്യദ്രോഹ കുറ്റമായ പോലീസിൻ്റെ വയർലെസ് മെസ്സേജ് അടക്കം ചോർത്തി ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രക്ഷേപണം ചെയ്തിട്ട്
അവനെതിരെ നടപടിയെടുക്കാനുള്ള നിയമ നടപടിയുമായി ഞാൻ പോയപ്പോൾ അതിനെ തടയിട്ടവനാണ് ഈ പറയുന്ന ശശിയും ഈ പറയുന്ന MR അജിത്കുമാറും. അതിൽ കോടികൾ വാങ്ങിയിട്ട് തന്നെയാണ് തടയിട്ടിട്ടുള്ളത്. അതിൽ ശശിക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് എനിക്കറിയില്ല. MR അജിത്കുമാറിന് കിട്ടിയെന്നുള്ള ഉറപ്പാണ്. അപ്പൊ അന്ന് തുടങ്ങിയ പോരാട്ടം ഞാൻ ഇപ്പോഴും ഡെയിലി വീഡിയോ വിടുന്നുണ്ടല്ലോ. ഈ പറയുന്ന വയർലെസ് ചോർത്തിയ കേസിൽ ഇപ്പോഴും പോലീസ് ഒരു കൃത്യമായ കുറ്റപത്രം കൊടുക്കുകയോ ആ കുറ്റപത്രത്തിൽ അദ്ദേഹം ചെയ്ത ഗുരുതരമായ കുറ്റത്തിനനുസരിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 66F എന്ന വകുപ്പ് ചേർക്കാനോ എന്താ ഈ നിമിഷം വരെ പോലീസ് തയ്യാറാവാത്തത്? എന്താ പൊളിറ്റിക്കൽ സെക്രട്ടറി അതിനു വേണ്ടിയിട്ട് ഇടപെടാത്തത്? അത് തന്നെയാണ് ഇതിന്റെ വിഷയം. അവിടുന്നാണല്ലോ തുടങ്ങുന്നത്. ഇപ്പോഴും അവൻ മാത്രമാണല്ലോ കുരച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. എന്താ അവന്റെ കുരയുടെ അടിസ്ഥാനം? ആ കുര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുരക്കട്ടവൻ. ഇതാണ് ഇവിടുത്തെ വിഷയം. ഇതാർക്ക് വേണ്ടിയിട്ടാ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ്. ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ ഞാൻ എന്നാ പോരാട്ടം നയിച്ചത്. ആ പോരാട്ടത്തിലെ മുഖ്യ ശത്രുവായ, ദേശദ്രോഹിയായ, രാജ്യവിരുദ്ധനായ, വർഗീയവാദിയായ ഈ സാജൻ സ്കറിയയെ സഹായിക്കുന്ന നിലപാട് ഇവരെടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ അതിലും വലിയ ദേശദ്രോഹികളല്ലേ? അവിടുന്നാണല്ലോ ഞാനിത് ആരംഭിച്ചത്. എന്റെ പൊന്നു സുഹൃത്തെ, അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ. ആ പൂരം കലക്കാൻ ഒരു സാധാ പോലീസ് ഓഫീസർക്ക് ധൈര്യം വരുമോ? അപ്പൊ ആരാ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്? എങ്ങനെയാണ് അത് കലക്കേണ്ടതെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് ആക്ടിവിറ്റിയാണല്ലോ പൂരവുമായി ബന്ധപ്പെട്ടത്. വെറും ചെണ്ടകൊട്ടൽ മാത്രമല്ലല്ലോ തൃശ്ശൂർ പൂരം. ഓരോന്നും എങ്ങനെയാ സുരേഷ് ഗോപി അവിടെ എത്തുന്നത്? ബഹുമാനപ്പെട്ട രാജൻ മിനിസ്റ്റർ അടക്കം ഉണ്ടായി ഇടപെട്ടിട്ട്, ഒരു മന്ത്രി ഉൾപ്പെടെ ഇടപെട്ടിട്ട് ഒരു വിട്ടുവീഴ്ചയൊക്കെ തയ്യാറാകാത്ത പോലീസ് ഓഫീസർ സുരേഷ് ഗോപി വരുമ്പോൾ ഈ ചിത്രം തന്നെ മാറും. അപ്പൊ അത് കലക്കിയതല്ല, കലക്കിച്ചതല്ലേ. പൂരം കലക്കിയതല്ല, പൂരം കലക്കിച്ചതാണ്. അതിനിപ്പോ MR അജിത്കുമാർ അവിടെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നോ ഇല്ലെന്നില്ല ഞാൻ എന്ത് പ്രാധാന്യമല്ല. ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി. അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഫുട്ബോൾ കളിയൊന്നുമല്ലല്ലോ. ഫോണിലൂടെ മെസ്സേജ് കൊടുക്കാമല്ലോ. അന്നുണ്ടാക്കിയ തീരുമാനമല്ലല്ലോ. ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി കൃത്യമായ അത് കഥയും തിരക്കഥയും എഴുതി അത് സംവിധാനം ചെയ്യാൻ ഈ സാധു IPS വിട്ടതല്ലേ. ഞാൻ ഇപ്പോഴല്ലല്ലോ ഈ പറയുന്നത്. പൂരം നടന്നതിന്റെ പിറ്റേ ദിവസത്തെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നിങ്ങൾ പരിശോധിക്കണം. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കലക്കിച്ചതാണ്. ഞാൻ നീതി 100% ഈ ഗവൺമെന്റിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. ഞാനൊരു പ്രാവശ്യമല്ല എൻ്റെ പൊന്നാനുമതേ കണ്ടിട്ടുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളമ്മ കാണുമ്പോൾ എന്തൊക്കെ പറയില്ല. ഇപ്പൊ ഇവിടെ പറയാൻ പറ്റുമോ അനുമതി? അത് പറ്റില്ലല്ലോ. അത് അനുമോദും അൻവറും തമ്മിലാണ്. ചാനൽ 18 PV അൻവർ MLA തമ്മിലല്ല സംസാരം. അപ്പം പേഴ്സണലായിട്ട് കാരണവും സംസാരിക്കുന്ന കാര്യം അത് ഔട്ട് ഓഫ് എന്താ പറയാ, ഇതിന് പുറത്തല്ലേ. പിന്നെന്താ ഇനിയും കൊടുക്കാൻ പോകുന്നു. ഇങ്ങനെ വരുന്നതൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുക. മഹേഷിനൊക്കെ എന്നെക്കാളും ബന്ധമുണ്ട് ഇവിടുത്തെ പാർട്ടിയുടെ ലീഡേഴ്സായിട്ട്. എന്നോട് ചോദിക്കുന്നു. ഇപ്പൊ മഹേഷിനെ അറിയില്ലേ നാട്ടിൽ നടക്കുന്നത്? അത് ആക്ഷേപം അങ്ങനെ പലതും ഉയരും. പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഇല്ല. പാർട്ടിയുടേതായ ആ സ്റ്റൈലിൽ
സമ്മേളനങ്ങൾ നടത്തി ചർച്ചകൾ നടന്ന് വളരെ ഉഷാറോട് കൂടിയിട്ട് പാർട്ടി മുന്നോട്ട് പോകുന്നു. അല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ പറഞ്ഞു. അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ SP ഓഫീസ് മാർച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? അല്ല, ഞാനാ പ്രസംഗം കേട്ടിട്ടില്ല. ലീഗ് ആദ്യമായിട്ടല്ലല്ലോ SP ഓഫീസിലേക്ക് ക്യാമ്പ് ഓഫീസിലേക്കും SP ഓഫീസിലേക്കും മാർച്ച് നടത്തുന്നത്. എത്രയോ നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. പ്രതിപക്ഷം വരെ അവരെ പണിയില്ല. ഇല്ല, സെക്രട്ടറി ഇല്ലല്ലോ അവിടെ. അദ്ദേഹം മടങ്ങിയെത്തിയിട്ടില്ലല്ലോ. മടങ്ങിയെത്തിയാലല്ലേ ഇത്. അത് പെട്ടെന്ന് ഒരു മറുപടി തരാൻ പറ്റുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുകയും അതിന് എന്താ പറയുക, സാക്ഷികളെ അവർ പോയി അന്വേഷിക്കുകയും സംഭവങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. പ്രോസസ്സാകാൻ സാധ്യതയുള്ള പരാതികളാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. എന്താണ് ആ അല്ല, അത് മലപ്പുറത്ത് മാത്രമായിട്ടല്ല, മലപ്പുറത്ത് കുറച്ച് കൂടുതലാണ്. സ്റ്റേറ്റിൽ മൊത്തത്തിൽ, അതായത് എല്ലാ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലും പോലീസിങ്ങിലുമൊക്കെ ഏറ്റവും ഹയർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ആർക്കും ഏത് പാതിരാത്രി മനസ്സമാത്രത്തോടുകൂടി കടന്നുറങ്ങാൻ പറ്റുന്ന നാടാണ് കേരളം. ഈ കേരളത്തെ കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഇതൊരു ക്രിമിനൽ സ്റ്റേറ്റായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവും. അവര് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. ഇവരുടെ CM പറഞ്ഞതുപോലെ പല പുഴുക്കുത്തുകളും ഉണ്ടാവും. ഇതൊക്കെ പോലീസിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അതൊക്കെ പണ്ടുള്ളതാണ്. ഇപ്പൊ കുറച്ചും കൂടി വർദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. ആരുടെ കൂടെ? അല്ല, നിർമ്മാണ കമ്പനിക്ക് ഈ പറയുന്ന 32 ലക്ഷം രൂപ മാത്രമാണോ കൊടുത്തത്? അതല്ല കള്ളപ്പണമായിട്ട് ബാക്കി പൈസ കൊടുത്തത് നമുക്കറിയില്ല. അന്നത്തെ ആ ഫ്ലാറ്റിന്റെ വില എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, 55 തൊട്ട് 65 ലക്ഷം രൂപയാണ്. അതാണ് ഒരു വൈറ്റ് മണി ഉള്ള ഒരാളെ കണ്ടെത്തി അവർക്ക് 33 ലക്ഷം രൂപക്ക് വാങ്ങുന്നതായി റെക്കോർഡ് ഉണ്ടാക്കുന്നു. സർക്കാരിലേക്ക് അതിന്റെ ഫീസ് അടക്കുന്നു. അത് കഴിഞ്ഞ് 62 ലക്ഷം രൂപക്ക് 100% പ്രോഫിറ്റിൽ 10 ദിവസം നിൽക്കുന്നു. ഇതെവിടെയും നടക്കുമോ? ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്ലാറ്റുകാർ ഇനി ഇത് വെറുതെ കൊടുത്താണോ, ഈ കൈക്കൂലി പണം കൊണ്ട് വാങ്ങിയതാണോ? ഇതൊക്കെ വിജിലൻസ് അന്വേഷിക്കട്ടെ. കൈക്കൂലി സോളാർ കേസിൽ വയറ് നിറയെ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് 1000% ഉറപ്പാണ്. ഉത്തരവാദിത്തപ്പെട്ട എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കൾ തന്നെ പല പ്രാവശ്യം വന്ന് സൂചിപ്പിച്ചിട്ട്, അന്ന് ഞാൻ CPM വന്നിട്ടില്ലല്ലോ, ഞാൻ MLA ആയിട്ടില്ലല്ലോ. ഒന്നാം ഘട്ടത്തില് എത്രയോ കോൺഗ്രസ് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ആ മനുഷ്യനൊക്കെ അറിയാലോ. മഹേശന്റെ കൂടെ നമ്മളെ കോളേജിലെ പഴയ കേസ് അല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പൊ കോൺഗ്രസിലെ നമ്മളെ സൗഹൃദം അന്നൊക്കെ പറഞ്ഞു വെറുതെ ഇതൊന്നും എവിടെ എത്തില്ല. ഉമ്മൻചാണ്ടി സാറിനെ തൊടാൻ കഴിയില്ല. ഈ കേസൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ പണം ഇഷ്ടം പോലെ കിട്ടിയെന്ന് ഉറപ്പാണ്. അത് ഈ രീതിയിൽ ഇത് മാത്രമാണോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിജിലൻസ് അന്വേഷിക്കണം. ഈ വിദേശത്തേക്ക് പോയതൊക്കെ എന്തിനാ? ഈ സ്വർണ്ണ മാഫിയയുമായി ബന്ധപ്പെട്ട പണം എവിടെയാ? എല്ലാം ദുബായിലാണ്. മാമി കേസ് സത്യസന്ധമായി അന്വേഷിച്ചു വരട്ടെ. മാമി അവസാനമായി ദുബായിൽ പോകുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഇതേ അവിടെ ഉണ്ടല്ലോ MR അജിത് കുമാർ. എങ്ങോട്ടേക്കാണ് പെർമിഷൻ വാങ്ങിയത്? സിംഗപ്പൂരിലേക്ക്. സിംഗപ്പൂരിൽ നേരെ പോയത് എവിടെയാ? ദുബായിലേക്ക്. അദ്ദേഹം പറഞ്ഞത് ഇവിടുന്ന് പെർമിഷൻ എടുത്ത് പോകുന്ന രാജ്യത്തേക്ക് മാത്രമാണോ അയാൾ പോയതെന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നത്. പിന്നെ പോയത് ദുബായിലാണ്. എന്തായിരുന്നു ആ മീറ്റിംഗ്? ഇനി മാമിയുടെ അടുത്ത് MR അജിത് കുമാറിന്റെ പണം കണ്ടമാനുണ്ടോ എന്ന് അന്വേഷിക്കണം. അതിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയി കിട്ടിയ വിവരം. മാമിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ. അദ്ദേഹം ഈ പറയുന്ന എല്ലാ റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സുമായി ബന്ധപ്പെട്ട ഉന്നതരായ ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് MR അജിത് കുമാർ ഇദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. MR അജിത് കുമാറിന്റെ വലിയ ഒരു സംഖ്യ, ഈ പറയുന്ന പണം മാമി വഴി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കേൾക്കുന്നു.
ഇതാകെ ദുരൂഹമല്ലേ? ഇപ്പൊ ആ കേസ് ഒന്നാം ഘട്ടം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച്, ഞാൻ വിശദീകരിക്കുന്ന ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട CM നോട്ട് എഴുതി കൊടുത്തപ്പോൾ അതിനെ മറികടന്നിട്ട് SIT ടീം ഉണ്ടാക്കി ഇദ്ദേഹത്തിന്റെ അനുചരന്മാരെ വെച്ച് കേസ് അന്വേഷിച്ചു. വീണ്ടും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന്. ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് വിക്രമാണ്. ഇപ്പൊ ഈ മലപ്പുറത്തെ പോലീസ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വിക്രമിനെ ഒറ്റ തട്ടാണ് അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക്. ഇപ്പൊ ആ കുടുംബം ഒന്നാകെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. ഈ പറയുന്ന അവിടുത്തെ മിനിസ്റ്റർ എന്ന നിലക്ക് റിയാസിന് കത്തയച്ചു. ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു. LDF കൺവീനർക്ക് കത്ത് കൊടുത്തു. MLA നിലക്കും ഈ പരാതിക്കാരൻ നിലക്കും ഞാനും കത്ത് കൊടുത്തു. DGP നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ നിമിഷം വരെ വിക്രമിനെ അന്വേഷണം ഏൽപ്പിച്ചിട്ടില്ല. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചെങ്കിലേ ഈ കാര്യങ്ങൾ തെളിയൂ. അത് തന്നെയാണ് എടവണ്ണ കേസിന്റെ സ്ഥിതിയും. എടവണ്ണ കേസ് ഇന്നലെ അവര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പുനരന്വേഷണം, ആരാ സാധാരണ കൊന്നോരാ കൊടുക്കുക. ഇത് മരിച്ച റിദാൻ ബാസിലിന്റെ ഭാര്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിങ്ങൾ പോയി അന്വേഷിക്കും. അവരിന്നത് പോസ്റ്റ് ചെയ്യാൻ പോകണം. അവർ മുഖ്യമന്ത്രി കാണാൻ ശ്രമിക്കുകയാണ്. ഈ കൊലപാതകത്തിൽ ദുരൂഹതയുണ്ട് പോലീസ് പറയുന്നതല്ല സത്യം എന്ന് ആരാ പറയുന്നത്? മരിച്ച റിദാൻ ബാസിലിന്റെ കുടുംബവും അവരുടെ ഭാര്യയും ഇതെന്താ വെള്ളരിക്കപ്പെടണോ? അവിടെയും വരട്ടെ നല്ല ഉദ്യോഗസ്ഥര്, സത്യസന്ധരായ ഉദ്യോഗസ്ഥര്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്നത് ഈ നിമിഷം വരെ, കഴിഞ്ഞ ഒരാഴ്ച വരെ, അതിന് ശേഷമുള്ള കാര്യം എനിക്കറിയില്ല, ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാന്ന് പറഞ്ഞത്. അതൊരു വലിയ അലിഗേഷനായിട്ട് ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനത് ആ കേസുകളുടെ എണ്ണം കഴിഞ്ഞൊരു 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്റ്റേറ്റിലും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിലും ഉണ്ടായിട്ടുള്ള അതിൻ്റെ എന്താ പറയുക ഗ്രാഫ് ഞാൻ പരിശോധിച്ചിട്ടില്ല. അത് പറയാതെ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ പ്രതികരിക്കാത്തത്. നമുക്ക് ബോധ്യമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പോലീസിൽ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും. പക്ഷേ അവരെ ഒതുക്കി നിർത്തുക, അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കപ്പെടാതെ പോയത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടാതെ പോയത് കൊണ്ടാണ് ഈ ഒരു പരിതസ്ഥിതിയിലേക്ക് പോലീസ് സേന ആകെ അപമാനം സഹിക്കേണ്ട ഗതികളിലേക്ക് എത്തിയത്. അതിന് ഈ പാർട്ടിയും ഈ ഗവൺമെൻറ്റും സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ 100% അദ്ദേഹത്തിൻ്റെ നിരുത്തരവാദിത്തമാണ്. ഇറസ്പോൺസിബിലിറ്റി. അങ്ങനെ ഇറസ്പോൺസിബിളായ ഒരാളെ അവിടെ വെക്കുന്നത് ശരിയാണോ എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന ഒരു മറ്റൊരു വിഷയം. അല്ല, അതൊക്കെ നമുക്ക് പിന്നെ പറയാം.